ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് ഈവനിങ്. അപ്പം അൽ മസ്കത്ത് സീരീസിൻ്റെ മെയിൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മെയിൻ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലെങ്ത്തൊന്നുമില്ല, ചെറിയൊരു വ്ളോഗാണ്. പിന്നെ വൈകിട്ട് നമ്മൾ നടക്കാൻ ഇറങ്ങുന്നു, വ്ളോഗ് എടുക്കുന്നു. എല്ലാ ദിവസമൊന്നും ഇല്ല, എപ്പോഴെങ്കിലും ഞാൻ എല്ലാ ദിവസവും നടക്കാൻ ഇറങ്ങുന്നുണ്ട്. പക്ഷേ എല്ലാ പ്രാവശ്യവും ഈ ഒരേ വഴി ആയതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് പോലെ സെറ്റ് ചെയ്യാത്തത്. നമ്മളപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ച് വെറൈറ്റി വഴികൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാക്കിലൊരു വണ്ടി കിടക്കുന്നുണ്ടോ, നിസാൻ്റെ മറ്റേ പെട്രോൾ ആണെന്ന് തോന്നുന്നു. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ തോളയിൽ ഒരാൾ തൂങ്ങിയിരിപ്പുണ്ട്. ആൾക്ക് എപ്പോഴും നടക്കുന്ന വഴിയാകുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് കുറവാണ്. പക്ഷേ പുതിയ വഴിയെ പോകുമ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക എല്ലായിടവും. നമ്മൾ നടന്ന് വേറൊരു പുതിയ വഴി പോയി. വേറെ പുതിയ വഴിയല്ല, ഈ വഴിയൊക്കെ നമ്മൾ നടക്കാറുള്ളതാണ്. ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പം വീഡിയോ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ നടക്കുന്നതേ ഉള്ളൂ. കണ്ടോ, ഇവിടെ കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിനിലെ കിടിലം വണ്ടികളൊക്കെയാണ് ഈ കിടക്കുന്നത്. അവിടെ മല, ഇവിടെ മല, നമ്മുടെ ചുറ്റും മലയാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മലയ്ക്കുള്ളിലാണ് ഇരിക്കണം. ദൂരെ മല, ഇതൊക്കെയാണ് ഫുള്ള് മലയാണ്. നമ്മൾ അപ്പുറം ചുറ്റും മലയാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളേതോ മലയ്ക്കകത്ത് ഉള്ളിനകത്ത് ചുറ്റും മലയായിട്ട് കിടക്കുന്നു, മലയ്ക്ക് ഉള്ളിൽ പെട്ട് കിടക്കുന്ന പോലെ തോന്നത്തുള്ളൂ. നമ്മളപ്പോൾ നടന്ന് ഇവിടെ ഒരു BMW കിടപ്പുണ്ട്. ഇത് നിസാൻ്റെ അൾട്ടിമ എന്ന് പറഞ്ഞൊരു വണ്ടി. അപ്പുറത്ത് ഏതാ വണ്ടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലെക്സസ് ആണെന്ന് തോന്നുന്നു. ലെക്സസ് അല്ലേ? ലെക്സസ് അല്ല എന്ന് തോന്നുന്നു. നിസാൻ്റെ ഏതൊരു വണ്ടിയാണെന്ന് തോന്നുന്നു. അത് തന്നെ നിസാൻ്റെ റോഗോ എന്നാണ് തോന്നുന്നു കിടക്കുന്നത്. അവിടെ ഒരു ലെക്സസ് കിടപ്പുണ്ട്. ഈ കിടക്കുന്ന BMW ഒരു വണ്ടി, മറ്റേ നിസാൻ്റെ പെട്രോൾ. അപ്പോൾ നമ്മൾ ഇതിലെ കൂടെ നടക്കാറുണ്ട്. നമ്മൾ ഓരോ പുതിയ വഴികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. കാര്യം എങ്ങാനും ഇങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴി തെറ്റി പോകണ്ടല്ലോ. അത് കാരണം നമ്മൾ പുതിയ വഴി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, ഒരാളോട് ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആൾ ക്യാമറ നോക്കണുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മുകളിലുണ്ടെന്നുള്ള ആൾ. പിന്നെ ഇവർക്ക് പുതിയ വഴികൾ കാണാൻ ഭയങ്കര ഇഷ്ടമാകേണ്ടതേ. ഇതിൽ കൂടെ ഒരു വഴിയുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. അവിടെ ദൂരെ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ആ വീടിൻ്റെ പുറകുവശം, അതായത് നമ്മൾ ആ ടെറസിൽ ഇരുന്ന് കാണുന്ന ഒരു വശത്തേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇവിടെ പ്രാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തുണ്ട്, പ്രാവ് പറന്നുപോയി. ഈ മതിലിനകത്തൊരു വീടുണ്ട്. അവിടെ എന്തൊക്കെയോ മറ്റേ കൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ ലവ് ബേഴ്സാണോ എന്തൊക്കെയോ പക്ഷികളൊക്കെയാണ് കണ്ടത്. ഇവിടെ കുറേ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കും. ഇതൊക്കെ ഇവിടുത്തെ ടാക്സി വണ്ടികളാണ്. എല്ലാം മലയാണ് കണ്ടത്. ഇതൊക്കെ കുറേ മറ്റേ പാർക്കല്ല് കൂട്ടിയിട്ടിരിക്കുന്ന പോലെ ഇരിക്കും. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് കോറി പോലത്തെ ഒരു സ്ഥലത്ത് ചെന്ന പോലെ ഇരിക്കും. പക്ഷേ ഇതിനകത്തൊക്കെ വീടുകളാണ് മൊത്തം. കണ്ട ഈ റോഡ് വഴി കണ്ടോ നിങ്ങൾ? ഇത് നമ്മുടെ മറ്റേ ആ ടെറസിരുന്ന് ഞാൻ എപ്പോഴും വ്യൂ കാണാറുണ്ടോ എന്നറിയത്തില്ല. ഞാൻ ഒരിക്കലും വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മളെ പുറകെ സ്ഥലത്തേക്കട്ടാ. ഈ കാണുന്നതാണ് നമ്മൾ ആ ടെറസിൽ ഇരുന്ന് കാണുന്ന ആ ഒരു വശം. അത് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ ഒരു കിടപ്പുണ്ട്, ജീപ്പിൻ്റെ വില്ലിന്ന് കണ്ട് അതിനകത്ത് എഴുതിയിരിക്കണം. പക്ഷേ വില്ലി എല്ലാം തോന്നുന്നത് ഏത് വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേരെ കാണുന്നതാണ് നമ്മുടെ ആ ഫ്ലാറ്റ്. കണ്ട, ആ ഫ്ലാറ്റിൻ്റെ ടെറസാണ് ആ ദൂരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൂരെ ഇരുന്ന് കാണുമ്പം എനിക്ക് തോന്നുന്നു ആ മേളിൽ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുള്ള ആ ഒരു വശത്താണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അതായത് ആ മേളിൽ ഇരുന്ന് കാണിച്ചപ്പോൾ നിങ്ങളെ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു കണ്ടത്. ഇവിടെ ഈ പൂച്ച ഇവിടെ ഉണ്ടല്ലോ. വൈകിട്ട് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് മേളിൽ വന്ന് കുത്തിയിരിക്കുമ്പോൾ ഇവിടെ നിറച്ച് ഇപ്പോൾ കണ്ട ഈ സ്ഥലത്ത് കണ്ടോ, ഈ ഏരിയ ഫുള്ള് പൂച്ചകളാണ്. അതെ, അവിടെ ഇരുന്ന് കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വൈകിട്ടുണ്ടല്ലോ ഇവിടെ ഫുള്ള് പൂച്ചയെന്ന് പറഞ്ഞാൽ ഫുള്ള് പൂച്ച. ആൾക്കാരെന്തോ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഇവിടെ താമസിക്കുന്നവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നതാണ്. നിറച്ച് പൂച്ച. ഞാൻ ഇത്രയും പൂച്ച മസ്കറ്റിൽ ഉണ്ടെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വന്നിട്ട് ഇതുവരെ പൂച്ചകളെ എങ്ങനെയൊന്നും കണ്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് നടക്കാൻ ഇറങ്ങുന്ന കാരണം ഫുള്ള് കാണാറുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ആ മേളിൽ നോക്കുമ്പോൾ കാണുന്ന വണ്ടികളാണ്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് നോക്കി നല്ല രസമില്ലേ? ഇവിടുത്തെ ആ ഫ്രെയിം കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു വൈകിട്ട് ഈവനിങ് സമയത്ത് ആ ഫ്രെയിം ഒന്ന് കാണാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ആ ഒരു ഫ്രെയിം കിട്ടുമ്പോൾ നല്ല രസം. അതെ, നമ്മളാ മേളിയിരുന്ന് കാണുന്ന സ്ഥലങ്ങളാണിതൊക്കെ. കേട്ടോ, ഇവിടെ ഒരു പകുതി മുറിച്ചൊരു പാറ. കേട്ടോ, ആ ഫ്രെയിം നോക്ക്. ഈ ഒരു പകുതി മുറിച്ച പാറ എല്ലാം ഈ കട്ട് ചെയ്ത് അതായത് എടുത്ത സ്ഥലത്താണ് ഈ ഫ്ലാറ്റുകളും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. എല്ലാ ഫ്ലാറ്റുകളും ഈ കട്ട് ചെയ്ത ഭാഗത്തായിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് പകുതിക്കൊക്കെ പാറ ഒരു കഷ്ണമായിട്ട് മറ്റേ ഒരു കേക്ക് കട്ട് ചെയ്ത് വെച്ച പോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ മേളിൽ ഇരുന്ന് കാണുന്ന ആ വീടുകളൊക്കെയാണ്. ഇത് വീടല്ല, ഫ്ലാറ്റ് കണ്ടത്. അതാണ് നമ്മുടെ ആ ടെറസ്. ഞാൻ ഇരിക്കുന്ന ആ സ്ഥലമാണ് ആ കാണുന്നത്. ഇതാണ് ആ സ്ഥലം. കേട്ടോ, ആ ഫ്രെയിം കാണാൻ നല്ല രസമാണ് കേട്ടോ. അവിടെ ഇവിടെയും പാറകളാണ്. നമ്മൾ ഇതിലേക്കൂടെയാണ് അങ്ങോട്ട് നടക്കാനുള്ളത്. ഇവിടെ കണ്ട ഇവിടെയൊക്കെ പാറകൾ. ഈ ഒരു കോറി പ്രദേശത്ത് കൂടെ നമ്മൾ പോയ പോലെയാണ്. നമ്മൾ
ഇനി ചെല്ലാനുള്ളത് ആ റോഡ് കണ്ട, ഇത് നമ്മുടെ വാതിൽക്കൽ കൂടെ കിടക്കുന്ന ആ റോഡിലേക്കാണ് ആ ചെല്ലുന്ന് കയറുന്നത്. നമ്മളപ്പം ഇതുപോലെ ഓരോ ഷോർട്ട് കട്ടുകൾ ഇവിടെ വന്നിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് നേരത്തെ പറഞ്ഞ പോലെ വഴിതെറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്താൻ വേണ്ടി വഴി അറിയണമല്ലോ. അതിനുവേണ്ടി കുറേ ഷോർട്ട് കട്ട് ഇവിടെ നിന്നുള്ള പുതിയ കട്ട് കട്ടുകൾ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങോട്ട് കയറാനുള്ള, നമ്മുടെ അങ്ങോട്ട് വരാനുള്ള. അപ്പോൾ നമ്മൾ പുറകിൽ നിന്ന് ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ആ വാതിൽക്കുള്ള റോഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, നാക്കിട്ട് തുഴയുണ്ട്. പിന്നെ ഇവയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒന്നാമത് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ എന്തെങ്കിലും പൂച്ചകളോ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾ ബഹളം വയ്ക്കും. വണ്ടിയൊക്കെ അതിലേ കൂടെ പോവുകയാണ്, അതിനും ബഹളം വയ്ക്കും. പിന്നെ അവൾക്ക് പുറത്തിറങ്ങുന്ന കാര്യം ഇൻട്രസ്റ്റുള്ള കാര്യമായതുകൊണ്ട് ഞാൻ എപ്പോൾ പുറത്തിറങ്ങിയാലും നേരെ ചാടി കയറി വരും. എന്നൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ആവുക. ഒരു രാവിലെ എണീറ്റ ഉടനെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പുറത്ത് കൊണ്ടുപോകാണ്, വാതിൽ തുറന്നു കഴിഞ്ഞാൽ അപ്പം തട്ടാൻ തുടങ്ങും പുറത്തോട്ട് പോകാൻ വേണ്ടി. അതുപോലെ തന്നെ വൈകിട്ട് ഞാൻ അഥവാ ഇരിപ്പുണ്ടെങ്കിൽ അവൾ ഓടി വന്ന് എൻ്റെ അടുത്ത് ഇരുന്നിട്ട് എന്നെ പിടിച്ച് വലിക്കാൻ തുടങ്ങും പുറത്ത് പോകാൻ. അപ്പം കാര്യം അവൾക്ക് അറിയാം ഞാൻ പുറത്ത് കൊണ്ടുപോകുന്ന കാരണം. ഇപ്പം പുറത്ത് പോകേണ്ട സമയമാകുമ്പോൾ അവൾക്ക് അറിയാൻ പറ്റും. അത് കാരണം നേരെ വന്ന് എന്നെ പിടിക്കുകയും ചെയ്യും, പുറത്തോട്ട് ചാടി ഇറങ്ങുകയും ചെയ്യും. പോകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇതാണ് നമ്മുടെ ആ വാതിൽക്കൽ കാണുന്ന വഴി. കണ്ടോ, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുക. സമയം 5:30-6 മണിയാകാറായി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ ആ ഫ്രെയിമുകൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ഫ്രെയിമുകളൊക്കെ, ഇടുക്കം ഫ്രെയിമുകളാണ്. പക്ഷേ അതൊക്കെ ഈ കാണുന്ന നമ്മുടെ സാംസങ്ങിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഒരു ഐഫോണിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ കിഡിലും ഫ്രെയിമുകളൊക്കെ കിട്ടും. നമ്മളിതേ നടന്നാണ് നമ്മുടെ വീടിൻ്റെ വാതിൽക്കല, വീടല്ല ഫ്ലാറ്റിൻ്റെ വാതിൽക്ക് എത്തി. കണ്ടതേ ഫ്ലാറ്റ്. നമ്മളപ്പോൾ ഇവിടെ നടന്നെത്തി. അങ്ങനെ നമ്മൾ ഷോർട്ട് കട്ടുകൾ പുതിയ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി പുതിയ ഷോർട്ട് കട്ട് കാണുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ വേസ്റ്റ് ബിന്ന് വീട്, ഇവിടെ എന്തോ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പുറത്തോട്ട് നടന്നു വന്നതാണ്. ഇവിടെ നമ്മുടെ ഒരു മലയാളി പയ്യനാണ് ഇവൻ. ഈ കൊച്ചിനെ കണ്ടുകൊണ്ട് ഇവിടെ വന്ന് നിന്നാൽ പിന്നെ ഇവനെ എന്തോ എറിഞ്ഞുകൊണ്ടിരിക്കുക കാര്യമായിട്ട്. അവൻ എന്തോ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഓടിയതാണിപ്പോൾ. ഇപ്പോൾ ഇവിടെയൊക്കെ മലയാളികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെയൊക്കെ നമ്മുടെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഫ്ലാറ്റ്, അവർ മലയാളികളുണ്ട്. നമുക്ക് പരിചയമുള്ളവർ തന്നെ ഇവരെയൊക്കെ. അപ്പോൾ അവിടുത്തെ ഒരു പയ്യനാണ് അവൻ വീഡിയോ എടുക്കണം അറിയണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കുറേ നേരമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുക, ആൾ കാണുന്നുണ്ട്. നമ്മളപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരുത്തിന് നടക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കിപ്പോൾ 1 വയസ്സാകാറായി വരുന്നുണ്ട്. എന്നിട്ട് ഇവളും നടക്കുന്നില്ല, പിടിച്ച് നിൽക്കുന്നതല്ലാണ്ട് അവളെ കൈ പിടിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നിൽക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇരിക്കുകയും ചെയ്യും. കാര്യം മടിയുള്ള കൂട്ടത്തിലാണ് വെക്കും, നല്ല മടിയാണ്, നടക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ കണ്ടപ്പോഴത്തേക്കൊന്ന് നടത്തിക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്, വേറെ ഒന്നുമില്ല. ഇതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നടത്തിച്ചായിരുന്നു. അപ്പോൾ മറ്റൊരു കിടിലൻ വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ. വെറൈറ്റി കണ്ടൻറ്റുമായിട്ട് ഇനിയും വരാം. ബൈ ഗൈസ്.